ഇതെങ്ങനെ എടുക്കാം, ഞാൻ സാറ് സേഫായിരിക്കും. ആര് നീയാ സാറിനെ സേഫാക്കണത്? സേഫായിരിക്കും. ഇങ്ങനെ ഒരു അവസരം തന്നിട്ട് ഞാനത് കളഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്ക് അല്ല. പക്ഷെ മുരളിയേട്ടൻ വിചാരിച്ച മുരളിയേട്ടൻ മിസ് പറഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ മാറും. ഇടത് റിസ്ക്കാണ്, ആളില്ലടാ സാറിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞു. എന്ന് പുള്ളി വിളിച്ച് പറഞ്ഞു, സാറേ ഇവിടെ എടുക്കാൻ പറ്റും സാറേ. മുരളി കണ്ടോ? ആ കണ്ടോ, ഇവിടെ എടുക്കാൻ പറ്റും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലാൽ സാറിനെ കൊണ്ടുവരുന്നു. ഇതിലൊരു അബദ്ധം പറ്റിയെന്താ വെച്ചാൽ, ഈ താജിന്റെ കോമ്പൗണ്ടിലാണ് ഷൂട്ട് എന്നുള്ള ധാരണയിൽ എൻ്റെ ആർട്ട് ചെയ്യുന്ന പയ്യന്മാരൊക്കെ എൻ്റെ സ്റ്റുഡിയോയിൽ ഇരിപ്പുണ്ട്. പെയിന്റ് അടിക്കലും ചട്ടി ഉണ്ടാക്കലും ഈ പ്രണയവും മറ്റൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പൊ അതൊക്കെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവരായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇവിടുന്ന് സാറേയും തൂക്കിയിട്ട് ഞാൻ ബാക്കിൽ കയറി ഇരിക്കുക. ഒരു കോളേജ് ശശിയേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ ഓടിക്കുന്നത്, ഞാൻ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുക. എവിടെയാണ്? നേരെ പോകുന്നു. ടൗൺ ആണല്ലോ ഇത്, ഓക്കെ ആയിരിക്കും അല്ലേ? സാറ് കുറച്ച് കംഫർട്ടബിൾ ആയി. നേരെ പോയി ഗേറ്റ് തുറന്നിട്ട് ഞാൻ പോയി ഗേറ്റ് തുറന്ന് നേരെ അകത്ത് കയറി. സാറ് അപ്പോൾ ആൾക്കാർ ആരും കാണുന്നില്ല. 2 വണ്ടിയുള്ള ഒരു വണ്ടി, മേക്കപ്പ് ടീം. നേരെ അകത്ത് കയറി. അങ്ങനെ ചെറിയ സ്റ്റെപ്പാണ്. ഞാൻ സാർ ഞാൻ മുന്നിൽ നടക്കാം. അതെന്താ ഞാൻ മുന്നിൽ നടന്നാ? കുഴപ്പമൊന്നുമില്ല, എനിക്കറിയാം അമ്മമാരവിടെ ഉണ്ടല്ലോ. ഞാൻ നേരെ കയറി ചെന്ന് ഞാൻ എൻ്റെ കൈ പിടിച്ച് ഞാൻ അടിക്കാൻ പറ്റില്ല. സാറ് ബെല്ലടിച്ച് ഒരുത്തം വന്നിട്ട് ഡോറങ്ങ് തുറക്കണേ. താഴേക്കൊരു കാവ്യമുണ്ട്. ഇങ്ങനെ നിൽക്കുക. അവൻ ഡോറ് തുറന്നിട്ട് നേരെ മോഹൻലാൽ മുന്നിലേക്ക്, ഞാൻ ബാക്കിൽ ഇങ്ങനെ നിൽക്കുക. എന്താണ് ഇഷ്ടമാന്ന് ചോദിച്ചത് മാത്രമേ ഞാൻ വിചാരിച്ചു മരിച്ചത്. കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലല്ലോ. ബെല്ലടിച്ചത് മോഹൻലാൽ. അവനെ പേടിക്കണ്ട, ഞാനാ. ഓക്കെ സാർ. ഇവൻ സൈഡിലേക്ക് ഇങ്ങനെ മാറുന്നു. ആ ഇതാണല്ലേ സാർ. അപ്പൊ അപ്പുറത്തൊരു ചട്ടിക്ക് പെയിന്റ് അടിക്കുന്നു. അവൻ മ്യൂസിക് പരിപാടിക്ക് വേണ്ടിട്ട്. അപ്പൊ ഈ ചട്ടിക്ക് പെയിന്റ് അടിക്കണവൻ അപ്പുറത്ത് എന്നിട്ട് പറയും, എടാ ഈ അനീഷ് വിളിക്കണമില്ല, ഒന്നുമില്ല, ഈ ചട്ടി മൊത്തം പെയിന്റ് അടിച്ചിട്ട് നമ്മളിത് എന്താക്കാനാ മോനെ? നമ്മളെല്ലാരും ഇവിടെ ഉണ്ട് മോനെ, നമുക്ക് എടുക്കാം. ഇവൻ നോക്കുമ്പോ സാറ് വന്നിട്ട് വാതിലിന്റെ അവിടെ നിൽക്കുന്നു. എന്താണെന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ എന്റെ ഷർട്ട് എവിടെയെന്ന് വെച്ചിട്ട് ഒരുത്തൻ അങ്ങോട്ടും ഓടുന്നു. അങ്ങനെ സാറ് അകത്തേക്ക്, നമുക്ക് ഒരു ഫൈബർ ചെയറാണുള്ളത്, അത് പൊട്ടിയിട്ടുണ്ട്. സാറിനെ പോലെ ഒരാളിരുന്ന് അത് പൊടിഞ്ഞ് പണ്ടാണെങ്കിൽ താഴെ പോകും. എന്തോ ഭാഗ്യത്തിന് ഈ ചെയറിൽ ഇരിക്കാല്ലേ. വേണ്ട സാർ, വേറെ ചെയർ എന്ന് പറയാൻ എൻ്റെ അടുത്ത് വേറെ ചെയർ ഇല്ല. സാർ അതെടുത്തിട്ട് അവിടെ ഇരുന്നു. ആ ഫ്ലോറിൽ AC ഇല്ല. അവിടെ ഇരുന്നിട്ട് നമുക്കിവിടെ മേക്കപ്പ് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട്, ഇവിടെ ചെയ്യാം, മിറർ ഉണ്ടോ? മിറർ എടുത്ത് അവിടെ വെച്ച് കൊടുത്തു. സാർ ഇരുന്നതിൻ്റെ താഴെയാണ് തലേന്നുണ്ടാക്കിയ പൈപ്പ് കൂട്ടാൻ്റെ ചട്ടിയിരിക്കണേ. ഇതെനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാം. ഇനി എന്താ നിങ്ങൾക്ക് പ്രശ്നം? ഞാനിവിടെ വന്നു, നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്നു, നിങ്ങളിപ്പോഴും ഓക്കെ അല്ലല്ലോ സാർ. ചട്ടി എടുത്തോണ്ട് ഇയാളെ കൊണ്ട് ഞാൻ കുടുങ്ങി. ഞാൻ ആ ചട്ടി എടുത്ത് അവിടെ കൊണ്ടുപോയി. വെപ്പൺ തീറ്റൊക്കെ ഉണ്ടല്ലേ ഇവിടെ. അതൊക്കെ ലാൽ സാറിന് മാത്രം പറ്റുന്ന കാര്യമാണ്. ഞാൻ അത് കൊണ്ടുവച്ചു. ഇവിടെ ലൈറ്റൊക്കെ കണക്ട് ചെയ്യുന്ന പറഞ്ഞത് എല്ലാ സാധനവും സെറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മൾ പെട്ടെന്ന് സ്പീഡപ്പ് ആക്കി. പയ്യന്മാരൊക്കെ തട്ടിമറിഞ്ഞ് വീഴുന്ന ഈ താളം കൂടി പിഴച്ചില്ലേ. AC പോലും ഇല്ല, ചൂടൊക്കെ. സാറ് പക്ഷെ അവിടെ ഇരുന്ന് അന്ന് 5 മണിക്കൂറാണ് ഫോട്ടോഷൂട്ട് ചെയ്തത്. ഒരു പരാതി ഇല്ലാതെ 5 മണിക്കൂർ ഞാൻ പറഞ്ഞത് കേട്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ നിന്ന് പോസ് ചെയ്ത് ഷൂട്ട് ചെയ്ത് തീർത്ത ആൽബമാണ് മോഹൻലാൽ എക്സ്ക്ലൂസീവ് എന്നൊരു ആൽബം ഇറങ്ങിയത്. അത് ഭയങ്കര മാർക്കറ്റിൽ ഭയങ്കര ശ്രദ്ധ പിടിച്ചു പറ്റിയ ആൽബം. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ, ലോക സിനിമയിൽ മോഹൻലാൽ എന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ എൻ്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസിൽ ഒന്നാണ് അതൊക്കെ. കാരണം ഒരാൾ പോലും അങ്ങനെയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മാഗസിനിൽ ഫോട്ടോ എടുത്തില്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ട് കരിയറിൽ അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ ഫോട്ടോഗ്രാഫ്സ് കണ്ടിട്ടാണ് സാറ് ചോട്ടാ മമ്മിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത്. അത് നല്ല മിടുക്കനാ, നന്നായിട്ട് എടുക്കുന്നുണ്ട്, നമ്മൾ ഫോട്ടോ ഒക്കെ ആളെ കൊണ്ടെടുപ്പിക്കാട്ടോ എന്ന് പറഞ്ഞത്. അത് മുതൽ എനിക്ക് തോന്നുന്നത് ഇത്രയും വർഷക്കാലം ശ്രദ്ധിക്കപ്പെട്ട കുറച്ച് ചിത്രങ്ങളൊക്കെ, ഞാൻ കുറച്ചധികം ചിത്രങ്ങൾ ഞാൻ എടുത്തതാണ്. ആദ്യമേ വന്നപ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, ആ ബറോസിന്റെ ഫോട്ടോകൾ എടുത്ത ക്യാമറ എവിടെ? ബറോസിന്റെ ഫോട്ടോ എടുത്ത ക്യാമറ എൻ്റെ അടുത്തുണ്ട്, സ്റ്റുഡിയോയിൽ. ഇല്ല, എനിക്കത് കാണണമെന്ന് ആഗ്രഹമുണ്ട്, വേറൊന്നുമല്ല. അതിൻ്റെ കാർഡ് കോപ്പി ചെയ്ത് അനീഷാണോ സൂക്ഷിച്ചിരിക്കുന്നത്? അതെ, എല്ലാം ആ ഡിസ്ക് എല്ലാം ഇവിടെ ഉണ്ട്. എന്താണ് ഒരു മോഷണ സ്വഭാവം? ഒരെണ്ണം ലീക്ക് ചെയ്യിപ്പിച്ചാൽ ഞങ്ങൾ ഓക്കെ ആയിരുന്നു. എല്ലാ ഫോട്ടോഗ്രാഫ്സ് 5.5 മാസം ഷൂട്ട് ചെയ്ത ഫോട്ടോഗ്രാഫ്സ് എൻ്റെ അടുത്തുണ്ട്. സാർ അതിന് പോലും എന്നെ വിളിച്ചത്, നിങ്ങൾ എവിടെയാണോ? സാറേ ഞാൻ എറണാകുളത്തുണ്ട്.
ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, ഉം. അപ്പം നിങ്ങൾ വരില്ലേ? അപ്പം സാർ അല്ല ഞാൻ ഡയറക്റ്റ് ചെയ്തോളാം, ഞാൻ എന്നെ എന്തിനു വിളിക്കുന്നു, നിങ്ങൾ അതിൻ്റെ ഫോട്ടോഗ്രാഫി ചെയ്യും. ഓക്കെ സാർ. ഞാൻ എല്ലാം എൻ്റെ സിനിമ പോലും ഈ ജനകി ജന അതിൻ്റെ ഒരു വർഷം മുന്നേ നടക്കേണ്ട സിനിമയായിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസർ എല്ലാം റെഡി ആയിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ അത് ഡ്രോപ്പ് ചെയ്തിട്ട് സാറിൻ്റെ കൂടെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സാറിനോട് ഈ കാര്യം പറയുന്നത്. സാറേ അങ്ങനെ പടം മാറ്റി എങ്ങനെയാണ് വന്നതെന്ന് അപ്പോൾ സാർ ചോദിച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ അത് പറഞ്ഞുകൂടായിരുന്നോ? എന്തിനാണ് നിങ്ങളുടെ സിനിമ മാറ്റി വെച്ചിട്ട്? ഞാൻ സാറേ ഇത് എൻ്റെ 4ാമത്തെ സിനിമയാണ്, സാറിൻ്റെ ആദ്യത്തെ അല്ലേ. ഞാൻ സാറിനോട് സാറൊന്നും 3 എടുത്ത് ആദ്യമായിട്ടല്ല അല്ല, അതിലൊരു ഫോട്ടോ കാണാൻ എന്താ വഴി? ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം, പക്ഷെ ഇതിൽ കാണിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഫോട്ടോസ് ഇപ്പൊ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്, ഒഫീഷ്യലി ഇറങ്ങിയിട്ടുണ്ട്. വനിതാ ഫിലിം അവാർഡിലൊക്കെ റിലീസ് ചെയ്തു. സാറിന് ഫോട്ടോസ് ഒക്കെ വലിയ ഇഷ്ടമാണ്. ഇത് നന്നായിട്ടുണ്ട്. സന്തോഷ് ശിവനാണ് ക്യാമറ. സന്തോഷ് ഇത് നോക്കൂ, നല്ല രസമുണ്ട്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോഴും ഐപാഡൊക്കെ വാങ്ങിയിട്ട് ഫോട്ടോസ് നോക്കി അത് അപ്പം തന്നെ പറയും, നല്ലതാ, നന്നായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പറയല്ല. അത് കേൾക്കാൻ തന്നെ നമ്മളവിടെ കാവൽ നിൽക്കും. എന്തായാലും സാർ അത് ഞാൻ പറഞ്ഞു, സാറേ ഒന്ന് സെലക്ട് ചെയ്യാവോ? ഇതെങ്ങനെ സെലക്ട് ചെയ്യും? എല്ലാം നല്ല പടങ്ങളാ, സെലക്ട് ചെയ്യും അങ്ങനെ ചോദിക്കുക. ഒരു അങ്ങനെ ഇന്നത് മോശമായി പോയി എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, കൂടെയുള്ളവരോടും പറഞ്ഞിട്ടില്ല. അനീഷ് അത് ചെയ്ത് അത്ര നന്നായില്ലല്ലോ. അങ്ങനെ ഇനിയിപ്പം നന്നാവാത്തത് പലതും ഉണ്ടാവുമായിരിക്കും. അത് മറ്റൊരാൾക്ക് വിഷമം വരുന്ന രീതിയിലൊന്നും സാറ് പെരുമാറുന്നത് എൻ്റെ അറിവിലില്ല കേട്ടോ. ഒരാൾക്ക് അത് പെയിൻ എടുക്കുകയാണെങ്കിൽ അത് മിണ്ടാതിരിക്കുക എന്നുള്ളതും, പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ പ്രശ്നത്തിനും ഭയങ്കര സ്മൂത്ത് ആയിട്ട് കാണുന്ന ഒരു വ്യക്തി. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കില്ല, ദേഷ്യം പിടിച്ച അവസരങ്ങളും ഉണ്ടാവില്ലേ? കണ്ടിട്ടുണ്ട്, ഞാൻ 1-2 തവണ കണ്ടിട്ടുണ്ട് ദേഷ്യത്തിന്റെ ഒരു. അത് നമ്മൾ ആ അവസ്ഥയിലാണ് നമ്മളയാളെ കൊല്ലും. സാറ് ദേഷ്യം പിടിച്ചിട്ടുള്ളൂ, സാറിന് അപ്പോഴും അവിടെ എത്താനേ പറ്റിയിട്ടുള്ളൂ, ദേഷ്യത്തിലേക്ക് സാറിന് എത്താൻ പറ്റും. അങ്ങനെ അത് കയ്യിൽ നിന്ന് പോകുന്ന 1-2 പോയിന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അത്രയും നമുക്കും തോന്നും. അത് സാർ ദേഷ്യം പിടിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് സിറ്റുവേഷൻ ആയിരുന്നു അനീഷ്? അല്ല സാർ, ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ചില കണ്ടിന്യൂറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു 10 തവണ പറഞ്ഞതിന് ശേഷമാണ് സാറ് ദേഷ്യം പിടിക്കാറ്. ഒരിക്കൽ ഒരു ഫോട്ടോ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടു. കാരണം അത് ദേഷ്യപ്പെടേണ്ട സമയം എന്നെ സംബന്ധിച്ച്, ഞാനൊരു ഫിലിം മേക്കറാണ്, ഞാൻ അങ്ങനെ 1 മാസം മുന്നേ ദേഷ്യപ്പെടുന്ന സാധനമാണ് സാർ അത്രയും ലേറ്റ് ആയിട്ട് ദേഷ്യപ്പെട്ടു പോലും. അത്രയും ക്ഷമയുള്ള മനുഷ്യനാണ്. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഞാനൊക്കെ പേടിച്ച് തരിച്ച് ചുമരിൽ ഒട്ടിപ്പോയി. ഞാൻ അപ്പം കണ്ടത് ഒരു മോഹൻലാലിനെയാണ്. നടനോ താരപരിവേഷമോ ഒന്നും അല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ, ഒരു ഫിലിം മേക്കറിന്റെ പെയിനാണ് ഞാൻ അവിടെ കണ്ടത്. പറഞ്ഞത് 100% ശരിയാണ്. അത് കേട്ട ആൾക്കും അറിയാം, പറഞ്ഞ ആൾക്കും അറിയാം. അത് കൂടാതെ ഗോവയിൽ വെച്ചിട്ടും ഇങ്ങനെ ഒരു